സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ശൂരനാട് മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. ചക്കുവള്ളിയിലാണ് സമ്മേളനം നടത്തിയത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ശൂരനാട് മണ്ഡല സമ്മേളനം ചക്കുവള്ളിയിൽ നടന്നു. SSPC സംസ്ഥാന വൈസ് പ്രസിഡന്റ് AG രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത്തരത്തിലുള്ള ആളുകളെ ബോധവൽക്കരിക്കുന്ന തരത്തിൽ നമ്മുടെ ഈ പെൻഷൻ സമൂഹത്തിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുപോകുന്നതിന് പരിഹാരം കാണാത്ത നിലയിലേക്ക് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം മാറ്റിയെടുക്കുവാൻ അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ ഇതിലേക്കുള്ള വേദികൾ, സമ്മേളന വേദികളിലും മറ്റും ഉയർന്നു വരാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ജില്ലാ സമ്മേളനത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. നമ്മുടെ ഇവിടെ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം വളരെ നല്ലൊരു സമ്മേളനമാണ്. നല്ല പ്രായത്തോടുകൂടി നമ്മുടെ ഈ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമാക്കി മാറ്റിയെടുക്കുവാൻ ശൂരനാട് മണ്ഡലം പ്രസിഡന്റ് AM ഹനീഫ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി K മനോമോഹൻ രക്തസാക്ഷി പ്രമേയവും മണ്ഡലം കമ്മിറ്റി അംഗം D ഉഷ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പെൻഷൻകാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി KSSPO ഇടതുപക്ഷ സംഘടനയെ തിരഞ്ഞ് മതിയാകാതെ വന്ന ഒരു സാഹചര്യം സംജാതമായ സന്ദർഭങ്ങളിൽ നമ്മുടെ സംഘടനയുടെ ആളുകളും ഈ ഇടതുപക്ഷത്തിന്റെ സംഘടന ഒന്നായിട്ട് നിന്ന സംഘടനയിലെ KSSPന്റെ അംഗങ്ങൾ അടക്കമുള്ളവർക്ക് താല്പര്യം. മണ്ഡലം സെക്രട്ടറി K പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി B രാധാകൃഷ്ണപിള്ള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V വിജയമ്മ, ജില്ലാ പ്രസിഡന്റ് ജോസ് ഇന്നസെന്റ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ B സരോജാക്ഷൻ പിള്ള, C മോഹനൻ, മണ്ഡലം കമ്മിറ്റി ട്രഷറർ K സുരേന്ദ്രൻ, S മായാദേവി, ഗോപിക്കുട്ടൻ, പ്രൊഫസർ S അജയൻ, ഗോപിനാഥൻ പിള്ള, രാമചന്ദ്രൻ, രാജശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ വിരമിച്ച സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശ സംരക്ഷണത്തിനായി വരുന്ന സംഘടനയാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ. 2022 4 രൂപങ്ങളുടെ SSPC 2026 എത്തുമ്പോൾ കേരളത്തിലെ പെൻഷൻകാർക്ക് വേണ്ടി ശബ്ദം നിർത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ സംഘടനയാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.